അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു 12 വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസാണ്. കുറച്ച് വലിപ്പമുള്ള വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഒക്കെ എടുത്താൽ മതിയാകും. നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കി എടുക്കാം. ഇതിന്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. വെണ്ടയ്ക്കയുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു 6 വെണ്ടയ്ക്ക ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 12 വെണ്ടയ്ക്കയും ഇതാ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഗ്രേറ്റ് ചെയ്തെടുത്ത വെണ്ടയ്ക്ക ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 3 ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തീരെ കനം കുറച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ കനത്തോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. ഇതിലേക്ക് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 12 വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചതച്ചെടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട, ചതച്ചെടുക്കുക. ഇടികല്ല് വെച്ചിട്ട് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. 3 പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 2 ഒക്കെ എടുത്താൽ മതിയാകും. ഇതിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു തണ്ട് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം എടുത്താൽ മതിയാവും. മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചതച്ച് എടുത്തിട്ടുള്ളതാണ്. ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. വലിയ ജീരകത്തിന്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റുമാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. വലിയ ജീരകത്തിന്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല പൊടി വേണ്ടാന്നുള്ളവർക്ക് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ചേർക്കുന്നില്ല. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഗരം മസാല ഒഴിവാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കായപ്പൊടി കൂടി പോരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് ഉണ്ടാവും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട്, വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എണ്ണ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഇതുപോലെ ഒന്ന് ഞെരടിയെടുക്കുക. ആ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരണം. നല്ലവണ്ണം കൈവച്ചിട്ട് ഞെരടിയെടുക്കുക. അപ്പോൾ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. സവാള നല്ല സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. 3/4 കപ്പോ 3/4 ഗ്ലാസ്സോ കടലമാവ് ചേർത്ത് കൊടുക്കുക. കടലമാവ് എടുക്കുന്ന സമയത്ത് അരിച്ചിട്ട് വേണം എടുക്കാൻ. ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും. ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. വീണ്ടും കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കടലമാവിന് പകരം നിങ്ങൾക്ക് മൈദ മാവ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കടലമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴഞ്ഞ പരുവത്തിന് ഒന്ന് ആക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു കുഴഞ്ഞ പരുവത്തിന് കിട്ടണം. 1/4 കപ്പോ 1/4 ഗ്ലാസ്സോ വെള്ളം എടുത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കുക. ബാക്കി വെള്ളവും കൂടി അങ്ങ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. അതുപോലെ കുഴഞ്ഞ പരുവത്തിന് റെഡിയാക്കി എടുക്കുക. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് മിക്സ് എടുക്കുക, ഇതുപോലെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ മിക്സിയിൽ നിന്നും കുറച്ചെടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് കുറച്ചായിട്ട് മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, ഇതുപോലെ അങ്ങ് കൈ കൊണ്ട് മുറിച്ച് ഇട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. വെണ്ടയ്ക്കൊക്കെ ഒരുപാട് വില കുറവിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് വെണ്ടയ്ക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ, വെണ്ടയ്ക്കയും സവാളയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ 2 വശവും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വെണ്ടയ്ക്ക ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് ഉള്ളൊക്കെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പൊടിയായിട്ടല്ലേ കിട്ടുന്നത്. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്